ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമുക്കിന്ന് തലക്കറിയും കപ്പയുടച്ചതും പറയുമ്പോൾ തന്നെ നാക്കിൽ വെള്ളം വരുന്നല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് തലക്കറി വെക്കുന്നതിന് മുമ്പേ ആദ്യം വേണ്ടത് ഇതിന് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി എത്ര എടുക്കാവോ അത്ര എടുക്കണം. കൊച്ചുള്ളിയാണ് തലക്കറിയുടെ നല്ല ടേസ്റ്റിന് നല്ലത്. അപ്പം വേറൊരു ജാറിൽ അരിഞ്ഞതിന് ശേഷം ജാറിൽ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒരു പേസ്റ്റായിട്ട് അരച്ചൊരു കിണ്ണിയിലാക്കുന്നുണ്ട്. തക്കാളി സെപ്പറേറ്റ് പേസ്റ്റാക്കി രണ്ട് കിണ്ണിയിലാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം ഇരുമ്പെട്ടിയിൽ നല്ല രീതിയിൽ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞളും ഉലുവയും കുരുമുളകും ഇതെല്ലാം കൂടെ ഒന്ന് ചെറു തീയിലിട്ടിട്ട് ഒന്ന് അതിൻ്റെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ചൂടാക്കുന്നുണ്ട്. എന്നാലേ ഇതിനൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം ചെറു തീയിലാക്കി ഇടണം. ഓവർ തീ ആയിപ്പോയാൽ കരിഞ്ഞു പോവും. അതിനുശേഷം ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത് മൂന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കടുകെല്ലാം പൊട്ടി നല്ല രീതിയിൽ അതിന് ശേഷം നമ്മൾ കിണ്ണിയിൽ ഞാൻ അരച്ച് മാറ്റിയ പേസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഇതാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുമ്പോൾ തീ കുറച്ചിട്ട് വേണം ഇളക്കാൻ. അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അങ്ങ് മൂത്ത് പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് കാണത്തില്ല. തീ കുറച്ചിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളർ വരും. അത് കഴിഞ്ഞ ശേഷം ഞാൻ ഉള്ളി അരിഞ്ഞ് വെച്ചത് ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ശകലം ഉപ്പും കൂടി ഇടണം. എന്നിട്ട് ഒരുമിച്ച് വേണം നമ്മളിതെല്ലാം കൂടെ ഇളക്കാൻ. അങ്ങനെ ഇളക്കിയതിന് ശേഷം നമ്മൾ ചീനിച്ചട്ടിയിൽ ഓൾറെഡി വറുത്ത് വെച്ചിരുന്ന ആ മുളക് ഇതിൻ്റെ കൂടെ തട്ടിയിട്ട് കൊടുക്കണം. അത് നല്ല രീതിയിൽ ഉള്ളിയിൽ വെള്ളമെല്ലാം അതിൻ്റെ നീരും എല്ലാം അതിനകത്ത് പിടിച്ചതിന് ശേഷം നമ്മൾ തക്കാളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരച്ച് വെച്ച്. അതിനുശേഷം ശകലം വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഈ തലക്കറിക്ക് ഇട്ട് കൊടുക്കുന്നത് ഒന്നെങ്കിൽ പെണംപുളി അല്ലെങ്കിൽ വടക്കംപുളി എന്നൊക്കെ പേര് പറയും. അതാണ് ഞങ്ങൾ കഴുകി ഇട്ട് കൊടുത്തത്. അപ്പോൾ അതിന് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒരു ചെറിയ തിള വരുമ്പോഴത്തേക്കും കഴുകി വൃത്തിയാക്കിയ മീൻ അല്ലെങ്കിൽ തലക്കറി നമ്മൾ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് അതൊന്ന് മുക്കി വെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ മണ്ടഭാഗത്തൊന്നും ചിലപ്പം ഇതിൻ്റെ ചാറ് പിടിക്കാതെ ഉള്ളിലോട്ട് കിടക്കത്തില്ല. അപ്പം ഉള്ളിലോട്ട് നല്ല രീതിയിൽ അമുക്കി വെച്ചതിന് ശേഷം അടച്ച് വെക്കണം. ആ അടച്ച് വെച്ച് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാൻ കപ്പ നല്ല രീതിയിൽ തൊലിച്ച് എടുക്കുന്നുണ്ട്. ഓരോ നാട്ടിലും ഓരോ പേരാണ്. ചിലവർ മരിച്ചീനി, ചീനി, പിന്നെ കപ്പ പുഴുങ്ങിയത്, ഇങ്ങനെ വേറെ പേരുകൾ പറയുന്നത് ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് പേരാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാനത് നല്ല രീതിയിൽ കൊത്തി അരിഞ്ഞെടുക്കുന്നുണ്ട്. 3-4 വെള്ളത്തിൽ കഴുകി എടുത്തതിന് ശേഷം ആദ്യ വെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുത്ത് ഊറ്റി കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ വെള്ളത്തിലാണ് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അത് വെന്തതിന് ശേഷം ഊറ്റിക്കളഞ്ഞ് ഇതേപോലെ കുഴച്ചെടുക്കും. ചിലയിടത്ത് തേങ്ങ ഇടും, ചിലയിടത്ത് കടുവറുത്തൊക്കെ ഒഴിക്കും മരച്ചീനിയിലെ. അപ്പം എന്താ കറി സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട്. അപ്പോൾ ഇതേപോലത്തെ വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ ഗായ്സ്.